അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഇഞ്ചിക്കറി കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ഒരു ഇഞ്ചിക്കറിയാണെന്ന്. അത് അങ്ങനെയാണ് വെക്കേണ്ടതെന്നും ഞാനിത് എങ്ങനെ ഏത് രീതിയിലാണ് വെച്ചതെന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഈ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ട് കമൻ്റ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് ഇഞ്ചി എല്ലാം പിന്നെ നുറുക്കി കഴുകി എല്ലാം വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതൊരു കല്ലിനകത്തോട്ട് ഇടുന്നുണ്ട്. ഇട്ട് നല്ലപോലെ ചതച്ച് വാരി എടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ നല്ല ചതച്ചതാണ് ഈ പാത്രത്തിലിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടോ, കുറച്ചും കൂടെ ഉണ്ട് കണ്ടോ, ഇങ്ങനെയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് നിന്ന് നല്ലപോലെ പിഴിയണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ചാറ് കുറച്ച് അതിൻ്റെ കെട്ട് ഒരുപാട് എഫക്റ്റ് വരും ഇഞ്ചിക്ക്. അപ്പോൾ അതിൻ്റെ ആ കട്ട ഇച്ചിരി മാറ്റിയെടുക്കാനാണ് ഞാൻ അതിൻ്റെ ഇച്ചിരി പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് പിഴിഞ്ഞ് കളയരുത്. നമുക്ക് ഇഞ്ചിക്ക് ഒരു ഇച്ചിരി സ്വാദ് വരണ്ടല്ലേ. അപ്പോൾ ഒരുപാട് അങ്ങ് പിഴിഞ്ഞ് കളയരുത്. അങ്ങനെ ഈ പരുവത്തിലാക്കി ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇവിടെ തിരുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയും ഇഞ്ചിയും കൊച്ചുള്ളി എല്ലാം കൂടെ ഇട്ട് കൊച്ചുള്ളി എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഞാൻ ഈ ചീനച്ചട്ടിക്കകത്ത് വന്നിട്ട് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് തരണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരണം. എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ഗൈസ്, പ്ലീസ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇതിനകത്തൊന്ന് പിന്നെ ഈ തേങ്ങയും ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. അടിപൊളിയായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനിതിങ്ങനെ വറുത്ത് എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കളറാവണം. അതുവരെയും നമ്മൾ ഇളക്കണം, കൈവിടാതെ ഇളക്കണം. അല്ലെങ്കിൽ ഇഞ്ചി ആ ചട്ടിയുടെ അടിയിലോട്ട് അങ്ങ് പിടിക്കും. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഇളക്കി നല്ലപോലെ കളർ വരുത്തട്ടെ. അപ്പം എൻ്റെ ഈ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എനിക്ക് കണ്ടു തരണേ കൂട്ടുകാരെ. അപ്പോൾ ഇതൊക്കെയാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഇഞ്ചിക്കറി. വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോറും ഇത് പലഹാരത്തിനും നമുക്ക് ഇച്ചിരിച്ചൊക്കെ വേണമെങ്കിൽ തൊട്ട് കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അതിനും എടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരട്ടെ. കളറാക്കി വരുന്നവരെ ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഈ പരുവൊക്കെ ആയിട്ടുണ്ട്, ഈ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ കളർ പോരാ, ഇച്ചിരി കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂക്കും തോറും സംഭവം ഇച്ചിരിച്ച് കുറഞ്ഞു വരും കേട്ടോ. നമ്മൾ ആദ്യം വറുത്തപ്പോൾ ഇതിനേക്കാൾ ഒരുപാട് നമ്മൾ ചട്ടിക്കകത്ത് തോന്നിയില്ലേ. അപ്പോൾ മൂത്ത് വരുംതോറും കുറേശ്ശെ ഇതങ്ങ് കുറയും കേട്ടോ. അങ്ങനെയാണ് ഇത് സംഭവം. അങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ ഇച്ചിരി കറിവേപ്പിലയൊക്കെ അതിനകത്തോട്ട് എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ആ കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഈ ഇഞ്ചിക്കറി ഇങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, അടിപൊളിയല്ലേ. അങ്ങനെ ഞാൻ കുറച്ചും കൂടെയൊക്കെ മൂക്കാനുണ്ട്. അങ്ങനെ ഇച്ചിരിയും കൂടെയൊക്കെ ഒന്ന് പിന്നെ ഗ്യാസിനകത്ത് വെച്ച് ഒന്ന് കളറ് മാറ്റിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയുക, നിങ്ങളാരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ഞാൻ തിരിച്ചു വരാം. നിങ്ങൾക്കും ഞാൻ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ കൊഞ്ചമായിട്ട് വീണ്ടും മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചിയും തേങ്ങയും നമ്മൾ കൊച്ചുള്ളി പിന്നെ ജീരകം ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെയാണ് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി, കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി എടുത്തിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല ഇതിനകത്തോട്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയുക, ഇത് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും എൻ്റെ പിന്നെ ചാനൽ മുൻപോട്ട് പോകുന്നതും. എനിക്കിതിൽ നിന്നും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാനും
പിന്നാണെങ്കിൽ എന്തുവാ എനിക്ക് ഒരു താല്പര്യം വേണ്ടായോ എനിക്ക് ഇതിനകത്തുനിന്ന് നല്ല പിന്നെ ഷെയറും കമൻറ്റും പിന്നെന്തുവാ നിങ്ങളുടെ ആ ഒരു എന്നടുത്തുള്ള ആ സപ്പോർട്ടും ഇതൊക്കെ കൊണ്ട് മാത്രമാണ് എനിക്ക് മുൻപോട്ട് പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ അതെല്ലാം മൂപ്പിച്ചൊക്കെ എടുത്ത് ഞാനിതുപോലെ അരച്ച് നല്ലപോലെ അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ചട്ടി അടുപ്പിൽ വെച്ച് ഇനിയാണ് അടുത്ത പരിപാടി. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നല്ലപോലെ ഒന്ന് എണ്ണ പിന്നെ ചൂടാവട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും എൻ്റെ ചാനൽ മുൻപോട്ട് പോകേണ്ടത് കേട്ടോ ഗേയ്സ്. എന്നെ നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സ്കിപ്പ് ചെയ്യല്ലേ എൻ്റെ വീഡിയോ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. വന്ന് കഴിയുമ്പോൾ നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരുന്നില്ലല്ലോ ഗേയ്സ്. ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരിച്ചിരി പിന്നെ ഉലുവയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ചട്ടി ചൂടാവുന്നു. അപ്പോൾ ഞാൻ കുറച്ചാണ് തീ വെച്ചിരിക്കുന്നത്. തീ കയറി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അങ്ങനെ ഞാൻ ആ ഉലുവയും കൂടെ ഇട്ട് അതിനകത്തോട്ടൊന്ന് നല്ല രീതിയിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇഞ്ചിയും തേങ്ങയൊക്കെ കൂടെ അരച്ച് കൊണ്ടൊന്നും ഇവിടെ വെച്ചിട്ടില്ല. നല്ല നൈസായിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഇഞ്ചിയാണ്. അപ്പം ഞാൻ നോക്കിക്കോ കൂട്ടുകാരെ, ഞാനിപ്പോൾ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. വേറെ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അല്ല, ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നിങ്ങളെ ഞാനൊന്ന് പറ്റിച്ചതാണ് കേട്ടോ. ഞാൻ കറിവേപ്പിലയും കൊണ്ട് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തല്ലോ എന്ന്. അപ്പോൾ ഞാനൊന്ന് പറ്റിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. ഓക്കെ, എനിക്കങ്ങനെ പറ്റിക്കാനൊക്കെ അറിയാം കേട്ടോ. അപ്പം കണ്ടോ, നമുക്ക് ഈ മൊത്തം അരപ്പ് ഇതിനകത്തോട്ട് അങ്ങ് പകർന്നു കൊടുക്കുക. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല, ഞാനീ പറയുന്ന കാര്യമൊന്നുമല്ല. ഒരു വായിക്കകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, പിന്നെ നമ്മൾ ഈ ഇഞ്ചിക്കറി എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. അന്നേരം എൻ്റെ മുത്തുമണികളെ നിങ്ങളുടെ സപ്പോർട്ട് പോലെ എൻ്റെ ചാനൽ മുൻപോട്ട് പോകത്തുള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇരുന്ന പാത്രത്തിൽ തന്നെ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് ഞാൻ ശകലം കൂടെ വെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നല്ലപോലെ മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചില്ല. പിന്നെ ഉപ്പ് പോരായ വരുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രുചിക്കനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിലവർക്ക് ഉപ്പ് തോനെ വേണം, ചിലർക്ക് ഉപ്പ് കുറച്ച് മതി, ചിലവർ അങ്ങനെ പലരും പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതൊന്ന് ഇളക്കി തിളപ്പിച്ച് വെക്കാൻ വേണ്ടി ഇത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് തിളച്ച് ഇഞ്ചിക്കറിയുടെ ആ ഒരു മണം. അടപ്പങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് എന്ത് നല്ല മണമായിരുന്നെന്നറിയാവോ. കണ്ട. ഇനി നമുക്കിതിനകത്തോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ. ഒരു ശകല അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം. കുറച്ച്, ഒരുപാട് ഇടരുത് കേട്ടോ. ഒരുപാട് അങ്ങ് മധുരമാക്കി കളയരുത്. നമ്മുടെ വായ്ക്കകത്തോട്ട് വയ്ക്കുമ്പോൾ അതിനൊരു ചെറിയോട് മധുരം പോലെ വരും. ആ ഒരു മധുരം മാത്രം മതി, അല്ലാതെ ഒരുപാട് മധുരമൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് തരണം, കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നെ നിങ്ങൾ കൈവിടരുത്.